ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും? എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പൊലിപ്പിച്ച് പറയണം, എന്നാലേ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. ഫോർച്യൂണറൊക്കെ മേടിക്കണ്ടേ കുട്ടന്? അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? ഇങ്ങനെ പോയാ മിക്കവാറും ഇവന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. സംഭവം പറഞ്ഞ അവന് പൈസ വേണം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? ഒരാളായിട്ട് ചുമ്മാ കയ്യിലിരിപ്പ് വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ നേരത്തെ ആകേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം. വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. സ്വാഭാവികം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. അത് കലക്കി. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. ഒന്നും തരണ്ട, ഈ കിട്ടിയതിനെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. വണ്ടി എടുക്കട്ടെ മോളെ. ഇപ്പൊ ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റേ. കുറച്ച് പൈസയൊക്കെ അങ്ങോട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് അവരിപ്പൊ അമ്മയും മക്കളും, നമ്മളൊക്കെ നായിന്റെ മക്കളും. എഴുന്നേറ്റോ. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നെങ്കിൽ 2 പപ്പടം. ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് കൊടുത്തത് ഒക്കെ. അത് എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിട്ടോ കണ്ടന്റിന് വേണ്ടിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ. അൾട്ടിമേറ്റ് ചുമ്മാ അപരാധം പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, അത് തന്നെ കാര്യം.